ആത്മാക്കളെ വിളിച്ചുകൊണ്ട് വന്ന് ഓജ ബോർഡ് വെച്ച് വിളിക്കുന്നു, അവർ മൂവ് ചെയ്യുന്നു. ഇങ്ങനത്തെ കുറേ എക്സാമ്പിൾസ് ഉണ്ടല്ലേ. ഒരു ഫോം ഉണ്ടായിരുന്ന ഒരാൾ മരിച്ചാലും അവരുടെ മെൻ്റൽ ഇംപ്രിൻറ്റ്, അവരുടെ എനർജി ഇംപ്രിൻറ്റ് കംപ്ലീറ്റ്ലി ഇവിടുന്ന് പോവാൻ യൂഷ്വലി കുറേ സമയമെടുക്കും. ഈ ആത്മാക്കളുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അങ്ങനെ ഒരു കോൺവെർസേഷൻ ഞാൻ ചേച്ചിയുടെ കേട്ടിട്ടുണ്ട്. അപ്പോൾ സയൻറ്റിഫിക്കലി ഇതിൻ്റെ ഒന്നും ഒരു എക്സ്പ്ലനേഷൻ ഇല്ല. ഞാൻ ഈ ടോക്ക് ടു ദി എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞ ബുക്ക് ആദ്യം വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ കാര്യങ്ങൾ ഓപ്പണായി. ചേച്ചി വേണ്ടാന്ന് വിചാരിച്ചു, ലൈക്ക് സിംപ്ലി ക്ലോസ് ചെയ്തു. എല്ലാവർക്കും അത് അത്ര ഈസിയാണോ? അല്ല, നമുക്ക് ഓൾറെഡി മനുഷ്യന്മാരായിട്ട് ഇവിടെ ഡീൽ ചെയ്യാനുണ്ട്. ഇനി ശരീരമില്ലാത്ത മനുഷ്യന്മാരായിട്ടും കൂടെ ഡീൽ ചെയ്യണ്ടല്ലോ. ശരിക്കും ഈ മുൻജന്മം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്വപ്നം കാണുക, അല്ലെങ്കിൽ നമ്മുടെ ഇമാജിനേഷൻ, ഇതിൽ നിന്നൊക്കെ എത്ര ഡിഫറെൻ്റ് ആണ് ഈ മുൻജന്മത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്? നമുക്കതിൽ വളരെ ക്ലിയർ ആയിട്ട് അന്ന് ഫീൽ ചെയ്ത ഫീലിങ്സ് എങ്ങനെയായിരുന്നു, എന്തൊക്കെ അന്ന് സംഭവിച്ചു, ഇതെല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു മെമ്മറി ആയിട്ട് തന്നെയാണ്. വേണ്ടപ്പെട്ടവരെ ഇഷ്ടപ്പെട്ടവരെ വിട്ടു പോകാനുള്ള ബുദ്ധിമുട്ട്, എനിക്ക് പോകണ്ട, എനിക്കിവിടെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി, ഇങ്ങനത്തെ എല്ലാ സിറ്റുവേഷൻസിലും ദി എൻറ്റിറ്റി കണ്ടിന്യൂസ്, ബോഡി മാത്രം പോകുന്നുള്ളൂ. ഞാൻ ഈ ബുക്ക് വായിച്ച സമയത്ത് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ സെൻസ് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞു ഇത് ബുദ്ധിമുട്ടാവും. ആ സർക്കിൾ ചെയ്ത ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ക്ലിയർലി കാണാം സ്മോക്കി വിഷൻ. പലവർക്കും ക്ലിയർ ആയിട്ട് കാണാം, ആത്മാക്കളെ കാണാം. ഇറ്റ്സ് മീ നൂർജഹാൻ. ആൻഡ് ഇന്ന് എൻ്റെ കൂടെയുള്ള ആക്ട്രസ് എന്ന് പറയണോ, ഒരു എഴുത്തുകാരി എന്ന് പറയണോ, എന്ത് ലേബൽ കൊടുക്കണം എന്ന് എനിക്കറിയില്ല. ബട്ട് ഒരു കാര്യം എനിക്കറിയാം, എൻ്റെ വൺ ഓഫ് ദ പേഴ്സണൽ ഫേവറേറ്റ് ആണ് ലെന മാം. വെൽക്കം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലോ. ഞാൻ ശരിക്കും എക്സ്പെക്റ്റ് ചെയ്ത ലുക്ക്, ഞാൻ നമ്മളൊരാൾ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുമല്ലോ, ആ എക്സ്പെക്റ്റേഷൻ ഒരുപാട് വിപരീതമായിട്ടുള്ളൊരു ലുക്ക്. ലുക്കിംഗ് മച്ച് യങ്ങർ. അത് ജനറലി നമ്മുടെ നെറ്റി കുറച്ച് കവർ ചെയ്ത് കഴിഞ്ഞാൽ കുറേയും കൂടെ യങ്ങറായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ എൻ്റെ നെറ്റി ഓൾറെഡി പണ്ട് മുതലേ വളരെ വലിയ നെറ്റി ആയതുകൊണ്ട് ഞാൻ തന്നെ കട്ട് ചെയ്ത ഒരു ഫ്രിഞ്ചായത് ഈ അടുത്ത സ്വന്തമായിട്ട് നെറ്റി കണ്ട് ബോറടിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഇന്ന് ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് വെച്ചു. ബട്ട് നല്ല ഭംഗിയുണ്ട്. താങ്ക് യു. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വന്നത് ആദ്യം തന്നെ നമ്മുടെ ബുക്ക് വിമനോപോസ്. എന്താണ് വിമനോപോസ് എഴുതാനായിട്ട് ചേച്ചിയുടെ ഉള്ളിൽ ഒരു തോട്ട് വന്ന് കാണുമല്ലോ, അതെന്തായിരുന്നു ആ ഒരു തോട്ട്? വിമനോപോസ്, പെരിമെനോപോസ് എന്ന് പറയുന്ന സ്ത്രീകളുടെ ലൈഫിൽ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിനെ പറ്റിയാണ്. എന്ന് വെച്ചാൽ ഒരു 35+ മുതലിപ്പോൾ പറയാം. അപ്പോൾ എൻ്റെ അമ്മ ഈ പറഞ്ഞ മിഡ് ലൈഫിലൂടെ കടന്നു പോയപ്പോൾ ഞാനൊരു ടീനേജറായിരുന്ന സമയത്ത്, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അമ്മയിലുണ്ടായ ഈ ഡ്രാസ്റ്റിക് ചേഞ്ച് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ, അതായത് മൂഡ് ഫ്ലക്ച്വേഷൻസ്, ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുക, പിന്നെ ഇറിറ്റബിലിറ്റി, ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ എല്ലാത്തിലും വളരെ സ്ട്രിക്റ്റ് ആവുക, അല്ലെങ്കിൽ ഒരുപാട് ലൗഡ് നോയ്സ് സഹിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ആ സമയത്ത് മനസ്സിലായിരുന്നില്ല. അപ്പോൾ അമ്മയോട് ആകെ ഒരു ദേഷ്യം തോന്നിയിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരുമല്ലേ, നമ്മുടെ ടീനേജിൻ്റെ പ്രോബ്ലം ആണോ? അല്ല, നമുക്കറിയില്ല, നമ്മളോ ഇറിറ്റബിളാണ്. അപ്പോൾ പിന്നീട് ഞാൻ ആക്ച്വലി ഒരു 42-43 ആയിരുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചില ചേഞ്ചസ് ഫീൽ ചെയ്ത് തുടങ്ങിയത്. അത് വളരെ സഡനായിട്ട് ഫീൽ ചെയ്ത ചേഞ്ചസാണ്. ലൈക്ക് ഉറക്കമില്ലായ്മ, ഉറങ്ങാൻ പറ്റാതെ വരിക, 3 മണിക്ക് എണീക്കുക, പിന്നെ ഈ പറഞ്ഞ ഭയങ്കരമായിട്ടുള്ള ബോഡിലി ചേഞ്ചസ്, ബ്ലോട്ടിങ്, പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ, എസ്പെഷ്യലി മിഡിൽ സെക്ഷനിൽ വെയിറ്റ് ഗെയിൻ, അതുപോലെ ഭക്ഷണത്തിനോടുള്ള റിയാക്ഷൻസ്, മൂഡ് സ്വിങ്സ്, മൂഡ് ഫ്ലക്ച്വേഷൻസ്, ഹാർട്ട് പാൽപിറ്റേഷൻസ്. അതാണ് ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാനൊരു കാരണം. ഞാൻ ആ സമയത്ത് ഈ ആപ്പിൾ വാച്ച് യൂസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഇങ്ങനെ ഹാർട്ട് പാൽപിറ്റേഷൻസ്, ഹാർട്ട് റേറ്റിൻ്റെ അലേർട്ട്സ് വന്നു തുടങ്ങി. അപ്പം ഞാനത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. ഞാൻ ജനറലി ഇതിന് കുറച്ച് മെഡിക്കലി ചെക്ക് ചെയ്യുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറേ റിസർച്ച് ചെയ്തു. അപ്പോൾ ബുക്സിൽ നിന്നും പോഡ്കാസ്റ്റ്സ്, ഡോക്ടേഴ്സായിട്ട് ഉള്ള ഡിസ്കഷൻസൊക്കെ കണ്ട് അങ്ങനെ കുറേ പുസ്തകങ്ങൾ വായിക്കുകയും പോഡ്കാസ്റ്റിലൂടെ എനിക്ക്
പെരിമെനോപോസ് എന്നുള്ള വാക്ക് തന്നെ ഞാൻ കേട്ടത് അങ്ങനെയാണ്. പിന്നെ ഞാൻ നന്നായിട്ട് അതിൽ റിസർച്ച് ചെയ്തു. എന്നിട്ട് എനിക്ക് മനസ്സിലായത് സ്ത്രീകളുടെ ഹോർമോൺസ് ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു ഏജ് 35+ തുടങ്ങും. അതിൻ്റെ ഒരു ഡ്രോപ്പ്, ഹോർമോണൽ ലെവലിലെ ഡ്രോപ്പ് തുടങ്ങും. സ്റ്റാർട്ട് ചെയ്യുന്നത് ജനറലി ഒരു 35 ആയിരിക്കാം, ചിലവർക്ക് 40 സ്റ്റാർട്ട് ചെയ്യുള്ളൂ, ഡിപ്പെൻസ്. പക്ഷേ ഏകദേശം ഒരു ലേറ്റ് 40s ടു മിഡ് 50s മെനോപോസ് സംഭവിക്കും, വിച്ച് ഇസ് ദ സ്റ്റോപ്പിംഗ് ഓഫ് എ പീരിയഡ്. ആൻഡ് അത് കഴിഞ്ഞാൽ ഫെർട്ടിലിറ്റി സ്റ്റോപ്പ് ആവുകയാണ്, പിന്നെ കുട്ടികളുണ്ടാവില്ല. സോ ആ 55 ആണ് അതിൻ്റെ ഏജെങ്കിലും നമ്മൾ 10-15 വർഷം മുമ്പ് തൊട്ട് ഈ ഹോർമോൺസിൻ്റെ ലെവൽ ഡ്രോപ്പ് ചെയ്യുന്നത് സ്റ്റാർട്ടാവും. അപ്പോൾ ആ ഹോർമോൺ ലെവൽസ് ഡ്രോപ്പ് ചെയ്യുന്നതോടുകൂടി തന്നെ ബോഡിയിലെ വേറെ പല ഫങ്ഷൻസിലും ചേഞ്ചസ് വരും. അപ്പോൾ ആ കെമിക്കൽ ഇംബാലൻസ് നമ്മുടെ ബ്രെയിനിലുള്ള കെമിക്കൽസ്, ന്യൂറോ കെമിസ്ട്രിയും നന്നായിട്ട് മാറും. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഒരു സ്ത്രീയുടെ ബിഹേവിയർ, അവരുടെ ബോഡിലി ചേഞ്ചസ്, അവരുടെ സൈക്കോളജിക്കൽ ചേഞ്ചസ്, പേഴ്സണാലിറ്റി ചേഞ്ചസ് എല്ലാം സംഭവിക്കും. അപ്പോൾ ഇത് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ആർക്കും അറിയില്ല ഇതിനെപ്പറ്റി, ആരും സംസാരിക്കാറില്ല. അത് നമ്മൾ കൂടുതലും കേൾക്കുന്നത് ഈ പെരിമെനോപോസിനെ പറ്റിയിട്ട് അധികം. അതെ, പെരിമെനോപോസിനെ പറ്റി ആരും സംസാരിക്കുന്നില്ല. പല സ്ത്രീകളും അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള എന്തോ ഒരു പ്രോബ്ലം ആയിട്ടാണ് കരുതുന്നത്. അപ്പോൾ ആരോടൊന്നും പറയാറുമില്ല, അവരതിനെ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നില്ല. പക്ഷെ സത്യത്തിൽ ഇതൊരു കോമൺ ഇഷ്യൂ ആണ്. ഏകദേശം എല്ലാ സ്ത്രീകളും 35+ ഇത് നേരിടും എന്ന് പറഞ്ഞാൽ ഈ ബുക്ക് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇത് ബിക്കോസ് പുരുഷന്മാർ ഈ പ്രായത്തിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളെ നേരിടുമ്പോൾ അവർക്കും ഇത് മനസ്സിലാവണം. വാട്ട് ഈസ് ദിയർ മദർ ഓർ ദിയർ വൈഫ് ഓർ ദിയർ ഡോട്ടർ ഓർ ദിയർ സിസ്റ്റർ ഗോയിങ് ത്രൂ എന്നറിയണമെങ്കിൽ എനിക്ക് തോന്നി, ഞാൻ നേരിട്ട പ്രശ്നത്തിന് ഞാൻ അതിനുള്ള റെമഡീസ് കണ്ടുപിടിച്ചു. യു ഗോ ടു എ ഫങ്ഷണൽ മെഡിസിൻ ഡോക്ടർ, നമ്മൾ ബ്ലഡ് ടെസ്റ്റ് എടുത്ത് നമുക്ക് ആക്ച്വലി പറഞ്ഞാൽ ഈ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസിനേക്കാളും കൂടുതൽ മിനറൽസ് ആൻഡ് വിറ്റമിൻ ഡെഫിഷ്യൻസീസ് ആണ് നമ്മളിൽ പല സിംറ്റംസും ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു പെരിമെനോപോസ് സ്റ്റേജിലൂടെ ചേച്ചിയുടെ പേഴ്സണൽ രീതിയിൽ അത് കൂടുതലും മെൻ്റലി ആണോ ഫിസിക്കലി ആണോ അഫക്റ്റ് ചെയ്തത്? എനിക്ക് രണ്ട് രീതിയിലും പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി സ്ലീപ്പ് ഡിസ്റപ്റ്റഡ് ആവുമ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഹെൽത്തിലെ എല്ലാ കാര്യങ്ങളും പ്രശ്നത്തിലാവും. പിന്നെ ബേസിക്കലി സ്ട്രെങ്ത് കുറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പ്രോബ്ലം സത്യത്തിൽ ഹോർമോണിൻ്റെ കുറവല്ലായിരുന്നു, എനിക്ക് അയേൺ ഡെഫിഷ്യൻസി ആയിരുന്നു. അതും നോട്ട് ഹീമോഗ്ലോബിൻ, സിറം ഫെറിറ്റിൻ. അത് ഫങ്ഷണൽ മെഡിസിൻ ഡോക്ടേഴ്സാണ് അതൊക്കെ കൂടുതൽ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ബഥാനിയ എന്ന് പറഞ്ഞൊരു ക്ലിനിക്കിലേക്കാണ് ഇവിടെ കൊച്ചിയിൽ പോകുന്നത്. സോ അവിടുത്തെ ഡോക്ടറാണ് ആദ്യമായിട്ട് ഈ സിറം ഫെറിറ്റിൻ എന്ന് പറഞ്ഞ സംഭവം എൻ്റെ ബോഡിയിൽ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ മെയിൻലി എൻ്റെ പ്രോബ്ലം സിറം ഫെറിറ്റിൻ ഡെഫിഷ്യൻസി, അയൺ ഡെഫിഷ്യൻസി ആയിരുന്നു. അപ്പോൾ എനിക്ക് ലൈഫ് ലോങ് കുറച്ച് അനീമിക് ആയിരുന്നു. പക്ഷേ അതും നമ്മുടെ ഹോർമോണൽ ഷിഫ്റ്റ്സ് ഓർ ഹെവിയർ പീരിയഡ്സ് എല്ലാം കാരണം ഈ സിംറ്റംസ് കൂടുമായിരുന്നു. അതുകൊണ്ടാണ് സ്ലീപ്പ് കുറഞ്ഞത്. അപ്പോൾ സപ്ലിമെൻറ്റേഷനിലൂടെയാണ് എൻ്റെ സിംറ്റംസ് പോയത്. ഇതിന് വേറെ മരുന്നൊന്നും വേണ്ട, ഇതൊരു അസുഖമല്ല. സോ ഞാൻ ഈ ബുക്ക് എഴുതാൻ കാരണം ബേസിക്കലി ടു ക്രിയേറ്റ് അവയർനെസ്, സോ ദാറ്റ് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു ടോപ്പിക്കായി മാറാൻ. ലൈക്ക് ഇതൊരു ആരും കേൾക്കാത്തൊരു സംഭവമായിരിക്കരുത്. സ്ത്രീകൾ അറിയണം അവരുടെ ബോഡി എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അത് നമ്മൾ എന്തിലൂടെയൊക്കെ കടന്നു പോകുന്നു, എങ്ങനെ നമുക്ക് ഓപ്റ്റിമലായിട്ടുള്ള നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ്സും. ഇപ്പോൾ ഞാൻ എക്സാക്ട്ലി 1 year ബാക്ക് ഇങ്ങനെ അല്ലായിരുന്നു. പക്ഷെ ഞാൻ ആ സമയത്ത് US-ലായിരുന്നു. ബട്ട് ഐ ഹാഡ് പുട്ട് ഓൺ എ ലോട്ട് ഓഫ് വെയ്റ്റ്, ഐ വാസ് നോട്ട് സ്ലീപ്പിംഗ് വെൽ, ഐ വാസ് ഹാവിങ് ലോട്ട് ഓഫ് ഹെയർ ലോസ്. ഇതുപോലെ തന്നെ മൂഡ് ഫ്ലക്ച്വേഷൻസ്, കൺഫ്യൂഷൻ, ബ്രെയിൻ ഫോഗ്, ഇതിലൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ചെയ്ത റിസർച്ചിൽ നിന്ന് ഐ ചേഞ്ച്ഡ് മൈ ഓൺ ബോഡി എല്ലാം മാറ്റി ഫുള്ളി ഫിസിക്കലി ആൻഡ് മെൻ്റലി ഒരു പുതിയ സ്പേസിലേക്ക് എത്താനുള്ള റൂട്ടീൻസിലേക്ക് എത്തി, എസ്പെഷ്യലി സ്ലീപ്പ്. അപ്പോൾ അതിന് വേണ്ട സപ്ലിമെൻറ്റേഷൻ ഇല്ലാതെ നമുക്ക് അത് പറ്റില്ല. ഇപ്പോൾ ചേച്ചിയുടെ ഓരോ കോൺവെർസേഷൻസ് കേൾക്കുമ്പോഴും ഇപ്പോൾ ഈ ബോഡിയെ പറ്റിയിട്ടും ഹ്യൂമൻ ബോഡിയെ പറ്റിയിട്ടും നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടും മെൻ്റലി ആണെങ്കിൽ എത്രത്തോളം അത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് ഈ ഒരു ചെറിയ കോൺവെർസേഷനിൽ തന്നെ എനിക്കത് മനസ്സിലായി. അപ്പോൾ അതുപോലെ തന്നെ ചേച്ചി സ്പിരിച്വാലിറ്റിയെയും പറ്റിയിട്ടും പറയാറുണ്ട്. ഈ ആത്മാക്കളുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അങ്ങനെ ഒരു കോൺവെർസേഷൻ ഞാൻ ചേച്ചിയുടെ കേട്ടിട്ടുണ്ട്. അപ്പോൾ സയൻറ്റിഫിക്കലി ഇതിനൊന്നും ഒരു എക്സ്പ്ലനേഷൻ ഇല്ല. അപ്പോൾ നോർമലി ഇപ്പോൾ എന്നോട് സയൻറ്റിഫിക്കലി എക്സ്പ്ലനേഷൻ
എക്സ്പ്ലനേഷൻ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഡിപ്പെൻഡ്സ് ഓൺ വിച്ച് സയൻസ് ആർ യു യൂസിങ്. ക്വാണ്ടം ഫിസിക്സ് ആണോ യൂസ് ചെയ്യുന്നത്, അതോ ന്യൂട്ടോണിയൻ ഫിസിക്സ് ആണോ യൂസ് ചെയ്യുന്നത്? സയന്റിഫിക്കലി എക്സ്പ്ലനേഷൻ ഉണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന് നമ്മളെല്ലാവരും എനർജി മാത്രമാണ് എന്നാണ് ക്വാണ്ടം ഫിസിക്സ് പറയുന്നത്. അപ്പോൾ ഈ എനർജി എവിടെ പോവും? ഓക്കെ. മരണം എന്താണ്, ജീവിതം എന്താണ്? എനർജി വൈസ് നോക്കുമ്പോൾ നമ്മൾ എനർജി മാത്രമാണ് എന്ന് പറഞ്ഞാൽ എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ്. ഇല്ല, ഇറ്റ് ക്യാൻ ഓൺലി ചേഞ്ച് ഫ്രം വൺ ഫോം ടു അനദർ കാണും എന്ന് ഇതൊക്കെ സയൻസ് അല്ലേ പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന പല ഇൻ്റർവ്യൂസിലും ആൾക്കാർ ഇത് സയന്റിഫിക് അല്ല എന്ന് പറയുന്നത് എന്ത് ബേസിസിലാണ്, ഏത് സയൻസ് ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്നവർ? ഞാൻ ചോദിക്കുന്നത്, ഈ കമൻസ് പറയുന്നവർ സയന്റിസ്റ്റ്സ് ആണോ? അല്ല. പിന്നെ എന്താണ് ഈ ചോദ്യത്തിൻ്റെ അർത്ഥം എന്നുള്ളത്, ആ കമൻസിൻ്റെ അർത്ഥം? ചേച്ചി എനിക്കാണെങ്കിൽ ഇപ്പോൾ അത് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് അറിയില്ല. അപ്പോൾ ഒരു കൊച്ചു കുട്ടി വന്ന് ചേച്ചീനോട് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും? ഇപ്പോൾ 100 ഒരു കൊച്ചുകുട്ടിയാണ്, അങ്ങനെ വിചാരിച്ചോ? അല്ല, അല്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടിയാണ്. അപ്പോൾ ടോക്ക് ടു ദി എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഞാൻ വായിച്ചു. ഷാനൻ ഒഹാറ എന്നാണ് അവരുടെ പേര്, ഷാനൻ എന്നാണ് റൈറ്ററിൻ്റെ പേര്. ടോക്ക് ടു ദി എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞൊരു ബുക്ക്. അപ്പോൾ നമ്മളിവിടെ ജീവിച്ചിരിക്കുന്നു. പലവരും പറയുന്നു, ഞാൻ എൻ്റെ അപ്പൂപ്പനെ സ്വപ്നം കണ്ടു, അല്ലെങ്കിൽ രാത്രി എൻ്റെ റൂമിൽ എൻ്റെ അമ്മൂമ്മ വന്ന് ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്തു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതവരുടെ ഇമാജിനേഷനാവാം. പക്ഷേ എനർജി വർക്കിൽ ഈ പറഞ്ഞ ആത്മാക്കളെ വിളിച്ചുകൊണ്ട് വന്ന് ഓജ ബോർഡ് വെച്ച് വിളിക്കുന്നു, അവർ മൂവ് ചെയ്യുന്നു, ഇങ്ങനത്തെ കുറേ എക്സാമ്പിൾസ് ഉണ്ട് ലൈഫിൽ. ഇതൊന്നുമില്ലാതെ നമുക്ക് തന്നെ ചില സമയത്ത് ഒരു റൂമിലൊരു പ്രസൻസ് ഫീൽ ചെയ്യാം. നമ്മൾ അതിനോട് ഇൻട്രാക്ട് ചെയ്യാത്തത് നമുക്ക് പേടിയായതുകൊണ്ടാണ്. പലവർക്കും ക്ലിയറായിട്ട് കാണാം, ആത്മാക്കളെ കാണാം. സോ നമ്മൾ ആത്മാവെന്നല്ല ഞാൻ വിളിക്കുന്നത്, ഐ എം നോട്ട് കോളിങ് ആത്മാക്കളെന്നല്ല പറയുന്നത്. ഒരു ഫോം ഉണ്ടായിരുന്ന ഒരാൾ മരിച്ചാലും അവരുടെ മെൻ്റൽ ഇംപ്രിൻറ്റ്, അവരുടെ എനർജി ഇംപ്രിൻറ്റ് കംപ്ലീറ്റ്ലി ഇവിടുന്ന് പോവാൻ യൂഷ്വലി കുറേ സമയമെടുക്കും. ബിക്കോസ് ആദ്യം മരിക്കുമ്പോൾ പോകുന്നത് ബോഡിയാണ്. ഒരു മനുഷ്യൻ ഒരു ശരീരം മാത്രമല്ലല്ലോ, അവരുടെ മനസ്സുണ്ട്, അവരുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അവരുടെ തന്നെ ഒരു എനർജി ഇംപ്രിൻ്റ് ഉണ്ട്. അതിവിടെ കുറച്ച് നാൾ എന്തായാലും കണ്ടിന്യൂ ചെയ്യും. കുറച്ച് നാൾ ഡിപ്പെൻസ് ഓൺ നിങ്ങളുടെ മരണത്തിൻ്റെ അവസ്ഥ, നിങ്ങളുടെ മാനസിക സംഘർഷം മരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വളരെ ഫോഴ്സ്ഫുള്ളായിട്ട് മരിക്കാൻ താല്പര്യമില്ലാതെ ഇവിടെ പിടിച്ചു നിൽക്കണം എന്നുള്ള ഒരു ഇൻറ്റൻഷൻ. അല്ലെങ്കിൽ ചിലവർക്ക് അവരുടെ വേണ്ടപ്പെട്ടവരെ ഇഷ്ടപ്പെട്ടവരെ വിട്ടു പോകാനുള്ള ബുദ്ധിമുട്ട്, എനിക്ക് പോകണ്ട, എനിക്കിവിടെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ഇങ്ങനത്തെ എല്ലാ സിറ്റുവേഷൻസിലും ദി എൻറ്റിറ്റി കണ്ടിന്യൂസ്, ബോഡി മാത്രം പോകുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കുറേ എക്സാമ്പിൾസും ബുക്സും ഉണ്ട്. ഇതിൽ ജെന്യുവൻലി ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ ടോപ്പിക്കിൽ സംസാരിച്ചാൽ മതി. ഇതൊക്കെ പാരസൈക്കോളജി എന്ന് പറയുന്ന ഒരു ഫീൽഡിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലാവണം എന്നില്ല. ഇത് ഇപ്പോൾ പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, ഇത് കാണുന്നവർ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇന്നലെയും കൂടെ എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ അത് വേണ്ടാന്ന് വെച്ചു. ഞാൻ ഈ ടോക്ക് ടു ദി എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞ ബുക്ക് ആദ്യം വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ കാര്യങ്ങൾ ഓപ്പണായി. ലൈക്ക് ഇൻക്ലൂഡിങ് എനിക്ക് CCTVയിൽ ഒരിക്കൽ മോഷൻ ഡിറ്റക്റ്റിംഗ് CCTV ആണ്. അത് കാണിച്ചു, ഹ്യൂമൻ ബോഡി ഡിറ്റക്റ്റഡ് എന്ന് കാണിച്ചു. അപ്പോൾ എനിക്ക് കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല സ്ക്രീൻഷോട്ടിൽ, വിഷ്വലിൽ. ഈ എൻറ്റിറ്റീസിനെ കാണാവുന്ന എൻ്റെ ഫ്രണ്ടിന് ഈ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് പറയുന്നു ഹ്യൂമൻ ബോഡി ഡിറ്റക്റ്റഡ് എന്ന്. ഇതിലെന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് പറഞ്ഞ വഴിക്ക് എനിക്ക് സർക്കിൾ ചെയ്ത് അയച്ചു തന്നു. ആ സർക്കിൾ ചെയ്ത ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ക്ലിയർലി കാണാം സ്മോക്കി വിഷൻ. സോ ഞാൻ ഈ ബുക്ക് വായിച്ച സമയത്ത് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ സെൻസ് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞു, ഇത് ബുദ്ധിമുട്ടാവും, നമുക്കിവിടെ ഓൾറെഡി മനുഷ്യന്മാരായിട്ട് ഡീൽ ചെയ്യാനേ വയ്യ, പിന്നെയാണ് ഇനി ഇവിടെ ശരീരമില്ലാത്ത അപ്പോഴാണ് ശരീരമില്ലാത്തവരായിട്ടും കൂടെ ഡീൽ ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഐ ആക്ച്വലി സ്വിച്ച്ഡ് ഇറ്റ് ഓഫ് ഇൻ മൈ ഓൺ ഹെഡ്. അത് എനിക്ക് വേണ്ട, എനിക്ക് കാണണ്ട. അതങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ നമ്മൾ പുതിയൊരു ഭാഷ പഠിച്ചിട്ട് പിന്നെ അത് പറയാതിരുന്നാൽ മറന്നു പോകുന്ന പോലെ മറന്നുപോയി.
അതെൻ്റെ ഭാഗ്യത്തിന് അത് ഇപ്പം എനിക്ക് കാണുന്നൊന്നുമില്ല. ആ സമയത്തേക്ക് കുറച്ച് നാൾ ഞാൻ ആക്ച്വലി ക്യൂറിയസ് ആയി. അപ്പോൾ കണ്ടു തുടങ്ങി. പക്ഷേ എനിക്കിപ്പോഴും കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെയും കൂടെ ഞാനൊരു പേഴ്സണെ, ഗൗതം എന്ന് പറഞ്ഞ ആളെ മീറ്റ് ചെയ്തപ്പോൾ ഹി വാസ് ടെല്ലിങ് മീ, എനിക്ക് ക്ലിയർ ആയിട്ട് കാണാം, വ്യക്തമായിട്ട് കാണാം. ചിലർക്ക് കാണാം, ക്ലെയർ വിഷൻ എന്നാ പറയാൻ. ഈവൻ എനിക്ക് ക്ലിയർ കാണാൻ പറ്റും. അത് കാണാൻ പറ്റുന്നവരുണ്ട്. എനിക്ക് ഭാഗ്യത്തിന് ഇപ്പോൾ കാണുന്നില്ല, എനിക്ക് കാണുകയും വേണ്ട. ലൈക്ക് നൈറ്റൊക്കെ നമ്മളിപ്പോൾ കാർ ഒക്കെ പോവുകയാണെങ്കിൽ ഈവൻ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യാൻ പറ്റും. ബട്ട് അത് എനിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അല്ല, പക്ഷെ ഡിപ്പെൻസ്. അതേപോലത്തെ കുറേ ആൾക്കാരുണ്ട്, നിങ്ങളെപ്പോലെ തന്നെ ഇനിയും ആൾക്കാരുണ്ടെന്ന്. നിങ്ങൾക്കത് സർവ്വസാധാരണമാണ്. ഞാൻ അതിലേ കണ്ടു. ഞാൻ 1-2 വട്ടം കണ്ടിട്ടുണ്ട്. ഒരു സ്ഥലത്ത് എനിക്ക് ഒരു പുള്ളി മരിച്ചതാണെന്ന് അറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന സമയത്ത് ഉറക്കത്തുനിന്ന് എണീറ്റ സമയത്ത് ഒരു പൊക്കമുള്ള ഒരാൾ ജീൻസും ജുബ്ബയിട്ട് ഒരു വലിയ സഞ്ചിയായിട്ട് ഒരാൾ നടന്നങ്ങോട്ട് പോയത് ഞാൻ കണ്ടു. അപ്പം ഞാൻ ഞെട്ടി. ഞാൻ ഉറങ്ങുന്ന റൂമിൽ ഒരാൾ നടന്നു പോയോന്ന് തോന്നിയിട്ട് ഞാൻ നോക്കിയപ്പോൾ അപ്പുറത്ത് പോകാനൊന്നുമില്ല, ജനലാണ്. അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയിട്ട് ചോദിച്ചു, ഇങ്ങനെ ജീൻസും ജുബ്ബയും ഒരു ബാഗൊക്കെ തൂക്കിയിട്ട്, അത് അയാളുടെ പേര് പറഞ്ഞു. അത് അദ്ദേഹമാണ്. അദ്ദേഹം അല്ല, മരിച്ചു പോയിട്ട് കുറച്ചായി, പക്ഷെ ഇവിടെയൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നാൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ സിദ്ധി കാണാനുള്ള സിദ്ധി ഓപ്പൺ ആയ വഴിക്ക് ഞാൻ തന്നെ അത് അടച്ചു പൂട്ടി. എങ്ങനെയോ അത് അടഞ്ഞു പോയി. ഞാൻ എന്തായാലും അതിന് ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഐ ഹാവ് നോ ഡൗട്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും പേടിച്ചിട്ടാണോ അത് അടച്ചു പൂട്ടിയത്, അതോ പേടിച്ചിട്ടല്ല, വേണ്ടാന്ന് വെച്ചിട്ടാണ്. ബിക്കോസ് ഇനി ആ മേഖലയിൽ ഇനിയും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന, ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഓൾറെഡി മനുഷ്യന്മാരായിട്ട് ഇവിടെ ഡീൽ ചെയ്യാനുണ്ട്. ഇനി ശരീരമില്ലാത്ത മനുഷ്യന്മാരായിട്ടും കൂടെ ഡീൽ ചെയ്യണ്ടല്ലോ എന്നുള്ളത് കൊണ്ട് ഞാൻ അത് വേണ്ടെന്ന് വെച്ചു. പക്ഷെ ബേസിക്കലി എനിക്കിത് ഓപ്പൺ ആയത് ടോക്ക് ടു ദി എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞ ബുക്കിലൂടെയാണ്. നമുക്ക് ആക്ച്വലി ആ ബുക്കിൽ പറയുന്നത് ആത്മാക്കളായിട്ട് സംസാരിക്കാം. ബിക്കോസ് അവരും നമ്മളെ പോലെ തന്നെ പല ഫോംസ് ഓഫ് എൻറ്റിറ്റീസ് ഉണ്ട്. ലൈക്ക് ഫ്രോം നെഗറ്റീവ് ടു ഹൈലി പോസിറ്റീവ് ടു ജസ്റ്റ് ലൈക്ക് മനുഷ്യന്മാരുടെ ഇടയിലും എല്ലാത്തരം മനുഷ്യരുള്ള പോലെ നെഗറ്റീവായിട്ടുള്ള ഫോഴ്സസ് ഉണ്ട്, എനർജീസ് ഉണ്ട്. നെഗറ്റീവ് എനർജീസ് ആയിട്ടുള്ള എപ്പോഴെങ്കിലും എനിക്ക് ഭാഗ്യത്തിനും അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായിട്ടുള്ള ലൈക്ക് ഫ്രണ്ട്സ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും പോലെ ആൾക്കാർ പറയാം. ഇത് ഇപ്പം ചേച്ചി വേണ്ടാന്ന് വിചാരിച്ചു, ലൈക്ക് സിംപ്ലി ക്ലോസ് ചെയ്തു. എല്ലാവർക്കും അത് അത്ര ഈസി ആണോ? എനിക്കറിയില്ല. ബിക്കോസ് ഇത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു ബിക്കോസ് ഒന്നാമത് നമ്മുടെ ലൈഫ് മുഴുവൻ നമ്മുടെ ബിലീഫ് സിസ്റ്റംസ് ആണ്. അപ്പം ഞാൻ ബിലീവ് ചെയ്യാത്തൊരു കാര്യം എൻ്റെ ലൈഫിൽ സംഭവിക്കാൻ കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാണ് ഞാൻ ബിലീവ് ചെയ്യുന്ന കാര്യം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ പണ്ട് മുതലേ സിനിമയിലും ഒക്കെ ഇങ്ങനെ പ്രേതം, ആത്മാവ്, ഒഴിഞ്ഞു പോകും അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഇതിനെ ഒരു ഹൊറർ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ശരിക്കും ഈ ഹൊറർ അല്ലാണ്ട് അത് എന്താ പറയുക, അതും ഇനി നമ്മളെപ്പോലെ ഒരു ലൈഫ് നയിക്കുന്ന ആളുകളായിരിക്കുമോ? അതെ, അവർക്കും സെയിം. അവർ എപ്പോഴോ ജീവിച്ചിരുന്ന വ്യക്തികളെയാണല്ലോ ജനറലി നമ്മൾ പറയുന്നത്. മരിച്ച ശേഷം, മരണശേഷം അവർ മാറുന്നേ ഇല്ല. അവർ ജീവിച്ചിരുന്നപ്പോൾ എന്ത് സ്വഭാവമായിരുന്നോ അതേപോലെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ഈ ബുക്കിൽ പറയുന്ന അതാണ്, ഈ ടോക്ക് ടു ദി എൻറ്റിറ്റീസ് എന്നാണ്. അവരായിട്ട് സംസാരിക്കാനുള്ള ഒരു പാഠപുസ്തകമായിട്ടാണ് അത്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്കാണ്. ഈ ഗുഡ് സോൾസ് ആയിട്ടൊക്കെ ഇരുന്ന് ഭയങ്കര ഫണ്ണി ആയിട്ടൊക്കെ ഉള്ള പേഴ്സണാലിറ്റി മരിക്കുമ്പോൾ പെട്ടെന്ന് അവർ ദുഷ്ടപ്രദാവില്ലല്ലോ. അതെ, അതാണ് ബിക്കോസ് നമ്മളെപ്പോഴും കഥകളിലും കാണിക്കുന്ന അങ്ങനെയാണല്ലോ. ഇപ്പം ഈ കഥകൾ ഉണ്ടാവുന്നതും ഏതോ എക്സ്പീരിയൻസസ് എന്നായിരിക്കുമല്ലോ അങ്ങനെ ഒരു കഥ എഴുതിയത്. എഴുതിയ ഗോസ്റ്റ് സ്റ്റോറീസ് എഴുതിയവരും എല്ലാം. അതെ, അവരുടെ ഒരു മേ ബി ഇമാജിനേഷനും എല്ലാം കൂടി ഇമാജിനേഷൻ ഉണ്ടാവും. ബിക്കോസ് മിക്ക കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്യുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ CCTV ഫുട്ടേജിൽ കണ്ടാൽ പിന്നെ ഇതുപോലെ നടന്നുപോയ ആളുടെ എക്സ്പ്ലനേഷൻ പറയുമ്പോൾ അത് ആരാണെന്ന് പേര് പറയാൻ പറ്റുന്നുണ്ട്. ടെക്നോളജിക്ക് ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലേ? അത് എനിക്ക് ആക്ച്വലി എൻ്റെ കയ്യിൽ ആ ഫുട്ടേജ് ഉണ്ട്, ആ CCTV ഫുട്ടേജ്. കാണിക്കാൻ പറ്റുമോ? എനിക്കറിയില്ല ഇപ്പോൾ അത് തപ്പിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. കുറേ ബാക്കിലോട്ട് കുറേ മുമ്പാണ്. ഓക്കെ. ഈ മറ്റേ പൂർവ്വജന്മം, അതിനെപ്പറ്റി മുൻജന്മത്തിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ശരിക്കും ഈ മുൻജന്മം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്വപ്നം കാണുക, അല്ലെങ്കിൽ നമ്മുടെ ഇമാജിനേഷൻ, ഇതിൽ നിന്നൊക്കെ എത്ര ഡിഫറെൻ്റ് ആണ് ഈ മുൻജന്മത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്? ഒരു സ്വപ്നം കാണുന്ന പോലെയാണോ നമുക്കിങ്ങനെ ഫ്ലാഷ് ചെയ്ത് വരുന്നത്? അങ്ങനെ വരാം, പക്ഷേ നമ്മൾ ഉറക്കത്തിലല്ല അത് വരുന്നത്. നമ്മൾ ആക്ച്വലി കുറച്ച് മെഡിറ്റേറ്റീവായിട്ട് നമ്മളിത് അന്വേഷിച്ച് പോകുമ്പോൾ
നമുക്ക് ഇൻ മെഡിറ്റേഷൻ ഒരു സ്വപ്നം പോലെ തന്നെയാണ് നമ്മൾ കാണുന്നത്, പക്ഷെ വളരെയധികം സ്വപ്നം പോലെയല്ല, ഒരു മെമ്മറി പോലെയാണ് കാണുന്നത്. അതാണ് അങ്ങനെ പറയുന്നതായിരിക്കും ബെറ്റർ. അതായത് നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ കോൺഷ്യസ് ആയിട്ടിരിക്കുമ്പോൾ നമുക്കിപ്പോൾ മെമ്മറീസ്, ഇപ്പോൾ ഞാൻ നൂറിൻ്റെ 10th ബർത്ത്ഡേ ആലോചിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു മെമ്മറി ആയിട്ട് കാണാം. എവിടെ കാണുന്നു? അത് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്, അത് അറിയാൻ പറ്റുന്നുണ്ട്, പക്ഷെ കാണുന്നുണ്ട് ക്ലിയർ ആയിട്ട് ഇല്ലേ? അതേപോലെ കാണും. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇല്ല അങ്ങനെ ഒരു ബർത്ത്ഡേ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കും? എനിക്കത് തെളിയിക്കാനൊന്നും പറ്റില്ല, കാരണം എൻ്റെ തലയിലുണ്ട് അല്ലേ? അത്രേ ഉള്ളൂ. തലയിലാണോ മനസ്സിലാണോ എന്താ അറിയില്ല, ഇതേ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ പക്ഷെ വളരെ വ്യക്തമായിട്ട് ഒരു മെമ്മറി ആയിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. നമുക്കതിൽ വളരെ ക്ലിയർ ആയിട്ട് അന്ന് ഫീൽ ചെയ്ത ഫീലിങ്സ് എങ്ങനെയായിരുന്നു, എന്തൊക്കെ അന്ന് സംഭവിച്ചു, ഇതെല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു മെമ്മറി ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. ഇതേ രൂപമാണോ അപ്പോൾ? അല്ല, ഒരിക്കലും നമ്മുടെ സെയിം രൂപമല്ല, രൂപവും അല്ല നമ്മൾ ഫീൽ ചെയ്യുന്നത്. അല്ല, ബിക്കോസ് ഇപ്പോൾ ഞാൻ ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോൾ ഒരു പക്ഷേ നൂറിനെ തന്നെ കണ്ടിട്ടുണ്ടാവില്ല, 100 കണ്ട കാര്യങ്ങളായിരിക്കും കൂടുതലും. എന്നെ കാണാൻ പറ്റുന്നില്ല. ഇല്ല. അപ്പം നമ്മൾ ജനറലി മെമ്മറിയിൽ നമ്മളെയല്ല കാണുന്നത്, നമ്മൾ ആ വ്യക്തിയായിട്ട് കണ്ട കാഴ്ചകളും ആളുകളും സിറ്റുവേഷൻസും ഒരു VR വെച്ച പോലെ ഇമോഷൻസും. അതെ, അതാണ് എക്സ്പീരിയൻസ്. ഇതൊക്കെ ഇപ്പോൾ നമുക്ക് ഒരു കോമൺ ആയിട്ട് വെറുതെ എല്ലാവർക്കും അവർ ഇൻറ്റൻസ് ആയിട്ട് ഇങ്ങനെ ബുക്സ് വായിച്ചും റിസർച്ച് അവരുടെ മൈൻഡ് കൺട്രോൾ ചെയ്ത് ആർക്കും ഇത് ഒരു ഇമോഷൻ എടുക്കാൻ പറ്റുമോ, അതോ സർട്ടൻ പീപ്പിളിന് മാത്രമായിരിക്കുമോ? അല്ല, അതിൽ സർട്ടൻ പീപ്പിളിന് മാത്രമേ ഇൻട്രസ്റ്റ് ഉള്ളൂ. എല്ലാവർക്കും ഈ ടോപ്പിക്കിൽ ഇൻട്രസ്റ്റ് ഇല്ല. ഇപ്പോൾ ചിലവർക്ക് ഇങ്ങനൊരു സംഭവമേ ഇല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാൾ, അയാളോട് ചോദിക്കേണ്ടത് ഇതില്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന്. ഇസ് ഇറ്റ് ജസ്റ്റ് എ ബിലീഫ്? അതും വെറുതെ ഒരു തോട്ടാണോ, ഒരു ബിലീഫാണോ, അതോ റിസർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ചോ ഇങ്ങനെ ഇല്ല എന്ന്? അത് തെളിയിക്കാൻ പറ്റുമോ? അല്ല, അതാ പറയുന്നത്. അതായത് എല്ലാം നമ്മുടെ ഒരു ബിലീഫാണ്. നമ്മുടെ ഈ എൻറ്റയർ വേൾഡ്, നമ്മൾ മായാലോകം എന്ന് പറയുന്നത് അത് കാരണമാണ്. നമ്മളെല്ലാവരും ജീവിക്കുന്നത് നമ്മുടേതായ വിശ്വാസങ്ങളിലൂടെയാണ് നമ്മൾ ഈ എനർജീനെ കാണുന്നത്. ഐ ക്യാൻ റിയലി കണക്ട് യു. എന്താ അറിയില്ല, എനിക്ക് ഭയങ്കര കണക്റ്റിംഗ് ആവുന്നു അത്. പലരും ഇൻ്റർവ്യൂസ് ഒക്കെ കണ്ടിട്ട് ഇതെന്താ പറയുന്നത് മനസ്സിലാവാതിരിക്കുന്ന ആളുകളുണ്ട്. ബട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഈ പറയുന്ന അതുപോലെ ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. ആത്മാക്കളെ കാണുന്ന ആളല്ലേ? ആത്മാക്കളാണ് വോട്ടവർ, അതെനിക്കറിയില്ല, കാണാം ഇങ്ങനെ ആയിരിക്കും. ബട്ട് ഞാൻ പറയുന്നത് ദേർസ് നോ റൈറ്റ് ആൻഡ് റോങ് ഇൻ ദിസ്. ഇതിലൊരു തെറ്റും ശരിയും, ഈ കാണുന്നില്ല എന്ന് പറഞ്ഞ ഒരു തെറ്റും കാണുന്നവർ ശരിയും ഒന്നുമില്ല. നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബിലീഫ് സിസ്റ്റംസ്, നമ്മുടെ വാല്യൂ സിസ്റ്റംസ്, നമ്മുടെ കാഴ്ചപ്പാടിലൂടെ മാത്രമാണ് നമ്മൾ ലോകം കാണുന്നത്. നമ്മൾ കാണുന്ന ലോകം നമ്മൾ മാത്രമേ കാണുന്നുള്ളൂ. വേറൊരു വ്യക്തി കാണുന്ന ലോകം അയാളുടെ കാഴ്ചപ്പാടിലൂടെ അയാൾ കാണുന്ന ഒരു ലോകമാണ്. നമ്മുടെ ഒരിക്കലും സിമിലർ ആയിരിക്കില്ല. നൂറിൻ്റെ ജീവിതം എന്താണെന്ന് എനിക്കറിയില്ല, എൻ്റെ ജീവിതം എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഇപ്പോൾ എൻ്റെ കൂടെ ജീവിക്കുന്ന ഒരാൾക്ക് പോലും എൻ്റെ ജീവിതം, എൻ്റെ ഇതിൽ ഫീൽ ചെയ്യുന്ന വികാരങ്ങൾ, ഞാൻ കാണുന്ന കാഴ്ചകൾ എൻ്റെ കണ്ണിലൂടെ എനിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു റെസ്പെക്റ്റാണ് നമ്മൾ ശരിക്കും, എനിക്ക് സോഷ്യൽ മീഡിയയിൽ കമൻറ്റ്സ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഒരു ബേസിക് റെസ്പെക്റ്റ് വേണം ഫോർ അതർ പീപ്പിൾസ് പെർസ്പെക്റ്റീവ്. കറക്റ്റ്. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിനെ തള്ളി പറയുന്നത് അവരുടേത് മാത്രം ശരിയെന്ന് വിശ്വസിക്കുന്ന ആളുകൾ. എന്ന് വെച്ചാൽ അത് സത്യത്തിൽ അവർ പ്രൂവ് ചെയ്യുന്നത് അവർക്ക് അത്ര പക്വതയുള്ളൂ എന്നാണ്. എന്ന് വെച്ചാൽ അവർക്ക് വേറൊരാളുടെ കാഴ്ചപ്പാട് ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി പോലും ഇല്ല എന്നുള്ളത് മാത്രമാണ് അവർ കാണിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അവരോട് യാതൊരു ദേഷ്യമോ ഒന്നും തോന്നാറില്ല. എനിക്ക് ചെറിയൊരു സഹതാപം തോന്നും അങ്ങനെയുള്ളവരോട്. പാവല്ലേ, ഇത് അവർക്ക് മനസ്സിലാവുന്നില്ല, അവർക്ക് അത്ര കാഴ്ചപ്പാടുള്ള ലോകം ചെറുതായിരിക്കും, അവരുടെ കാഴ്ചപ്പാട് ചെറുതാണ്, അപ്പോൾ ലോകം ചെറുതായിരിക്കും. ബിക്കോസ് നമ്മുടെ കാഴ്ചപ്പാട് വികസിക്കുന്ന അനുസരിച്ച് നമ്മുടെ അറിവ് ബെറ്റർ ആവും. നമുക്ക് കുറേയും കൂടെ എല്ലാം അറിയാം എന്നല്ല, പക്ഷെ എല്ലാവർക്കും അവരവരുടെ കാഴ്ചപ്പാടിന് 100% ശരിക്കും ഫ്രീഡം ഉണ്ടല്ലോ. ഈ കാഴ്ചപ്പാട് അല്ലെങ്കിൽ നമ്മുടെ അതിനൊരു ലിമിറ്റില്ലല്ലേ, നമ്മൾ വിചാരിക്കുന്ന പോലെ അത് എത്ര വൈഡായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതെ. സോ നമുക്ക് എത്രത്തോളം വ്യക്തതയുണ്ടോ നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി അത്ര ബെറ്റർ ആവും. ബിക്കോസ് നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്ത് തുടങ്ങും. മറ്റുള്ളവരെ നോക്കി അവരുടെ കുറ്റങ്ങളും പ്രശ്നങ്ങളും നോക്കുന്നതിന് പകരം നമ്മൾ നമ്മുടെ ലൈഫ് തന്നെ ബെറ്റർ ആക്കാൻ നോക്കും. അതെ. ജനറലി നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നവർ അവരുടെ തന്നെ ലൈഫിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഇറ്റ് മേ നോട്ട് ബി സോ ഗ്രേറ്റ്.
ഇറ്റ്സ് നാച്ചുറൽ. ബിക്കോസ് അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഇത്ര സമയമുള്ളത് മറ്റുള്ളവരെ ഇരുന്നിട്ട് അതും നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ ഉള്ളിൽ തന്നെ എത്രത്തോളം നെഗറ്റിവിറ്റി ഉണ്ടായിരിക്കണം. ഈ മെഡിറ്റേഷനൊക്കെ ചെയ്യാറുണ്ടല്ലോ ചേച്ചി, ഇപ്പോഴും ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എപ്പോഴും ഒരുപാട് ചിന്തകളുള്ള ഒരു ബ്രെയിനാണെന്ന് മനസ്സിലാവും. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ്ലി റോ ആയിട്ട് അപ്പം എന്തായിരിക്കും ബ്രെയിനിൽ? ഇപ്പോൾ വർഷങ്ങളായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ബ്രെയിൻ ജനറലി മിക്ക സമയത്തും അത്യാവശ്യം ക്വയറ്റാണ്. ആണ്. ബിക്കോസ് എന്താ പറയുക, ഇത് കണ്ടിന്യൂസ്ലി എന്തെങ്കിലും ചിന്തിച്ച് കൂട്ടേണ്ട ആവശ്യമില്ല. എപ്പോഴും എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ബ്രെയിൻ ബേസിക്കലി കൺഫ്യൂസ്ഡ് ആണ്. അതിന് ലൈഫിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളില്ല. അതുകൊണ്ടാണ് അതിങ്ങനെ ഇരുന്ന് പരുതിക്കൊണ്ടിരിക്കുന്നത്. ബ്രെയിൻ ബേസിക്കലി ഹൈപ്പർ ആക്ടിവിറ്റിയിലാണ്. പക്ഷെ നമ്മൾ മെഡിറ്റേഷനിലൂടെ ചെയ്യുന്നത് ബ്രെയിനിനെ കാം ഡൗൺ ആവാൻ പഠിപ്പിക്കുകയാണ്. ജസ്റ്റ് ലൈക്ക് എക്സസൈസിലൂടെ നമ്മൾ നമ്മുടെ മസിൽസിനെ ചലിക്കാൻ പഠിപ്പിക്കുകയാണ്. ആദ്യം ചില എക്സസൈസസ് കാണിച്ചാൽ നമ്മൾ പറയും ദൈവം ഇതെങ്ങനെ ചെയ്യും. ഇപ്പോൾ ചില യോഗ പോസസ് ഒക്കെ കണ്ടാൽ അയ്യോ ഇത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കില്ലേ. അപ്പോൾ നമ്മൾ ഗ്രാജുവലി ബോഡീനെ ട്രെയിൻ ചെയ്യുകയാണ്. അതേപോലെ മെഡിറ്റേഷനിൽ നമ്മൾ ഗ്രാജുവലി മൈൻഡിനെ ട്രെയിൻ ചെയ്യാണ്, ബ്രെയിനിനെ ട്രെയിൻ ചെയ്യാണ് കാം ആൻഡ് പീസ്ഫുൾ ആവാൻ. ഈ ബ്രെയിൻ ആദ്യമേ കാം ആയിരുന്നോ അതോ അതിനെ അങ്ങനെ ഒരിക്കലും അത് കാം ആയിരിക്കില്ലല്ലോ. നമ്മളിപ്പോൾ ഒരു ചെറിയ കുട്ടിയുടെ ബ്രെയിൻ എടുത്താൽ അത് ഹൈപ്പർ സ്പീഡിൽ കണക്ഷൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണ് ഒരു കുട്ടി വളരുന്നത്. 1 വയസ്സായ കുട്ടി 2 വയസ്സായ കുട്ടി തമ്മിലുള്ള വ്യത്യാസം എന്തോരം ഉണ്ട്. 2 വയസ്സായ കുട്ടിയും 3 വയസ്സായ കുട്ടിയും തമ്മിൽ എന്തോരം വ്യത്യാസമുണ്ട്. എങ്ങനെ സാധിക്കുന്നു? അവരെത്ര പെട്ടെന്നൊരു ഭാഷ പഠിക്കുന്നു, പെട്ടെന്ന് ശീലങ്ങൾ പഠിക്കുന്നു, വാക്കുകൾ പഠിക്കുന്നു. ബിക്കോസ് ബ്രെയിൻ ഭയങ്കര ഫാസ്റ്റായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു 20 years ഓൾഡ് വരെ നമ്മൾ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. അത് വളരുന്നേ ഉള്ളൂ. അത് ഫുള്ളി അതിൻ്റെ കണക്ഷൻസൊക്കെ ആവുന്നുള്ളൂ. ഈ ലോകം എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ല. സ്കൂളിലേക്കും പോയി വീട്ടിലേക്കും പോയി കുറച്ച് കാര്യങ്ങൾ ചെയ്ത് പഠിച്ചിട്ടുള്ളൂ. റിയൽ ലൈഫ് നമ്മൾ ശരിക്കും പഠിച്ചു വരുമ്പോഴേക്കും നമുക്ക് 40 വയസ്സാവും. ഐ എം റിയലി സേയിങ് മിഡ് ലൈഫാണ് ബെസ്റ്റ് ഫേസ് ഓഫ് ലൈഫ്. അപ്പോഴേക്കും നമുക്ക് ഏകദേശം അപ്പോഴേ ഒരു ഇരുത്തം വന്ന് ഇങ്ങനെയൊക്കെയാണ് ജീവിതം, ലോകം ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ഒരു ഇരുത്തം വരുന്നത് 35+ ആണ്. അപ്പോൾ ആ സമയത്തിലോട്ട് നമ്മൾ ഗ്രാജുവലി മൈൻഡിനെ മെഡിറ്റേഷൻ പഠിപ്പിക്കുകയാണ്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് എത്താനായിട്ട്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് നമുക്ക് ആരെയും പഠിപ്പിക്കാൻ പറ്റില്ല. ബിക്കോസ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് ഇത് സൈക്കിള് ചവിട്ടാൻ പഠിക്കുന്ന അല്ലെങ്കിൽ നീന്താൻ പഠിക്കുന്ന പോലെയാണ്. ഇപ്പോൾ സൈക്കിൾ ചവിട്ട് അല്ലെങ്കിൽ സൈക്കിൾ ബാലൻസ് എന്താണെന്ന് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെ കൂടെ സൈക്കിൾ ആരെങ്കിലും പിടിച്ച് ഓടി പെട്ടെന്നൊരു നിമിഷത്തിൽ കിട്ടുന്നുണ്ട്, പിന്നെ അത് പോകത്തില്ല. പിന്നെ പോവില്ല. അതേപോലെ സ്വിമ്മിങ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പോവില്ല. അതേപോലെയാണ് മെഡിറ്റേഷൻ. നമ്മൾ ടെക്നിക്സിലൂടെ അതിലേക്ക് എത്താനുള്ള ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്ത് കുറേ പ്രാക്ടീസ് എടുക്കും. ചിലർക്ക് വളരെ പെട്ടെന്ന് കിട്ടും. എന്നിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ യു ആർ ഏബിൾ ടു ഗെറ്റ് ഇൻ ടു ദാറ്റ് സോൺ വെർ സ്വിച്ച് ഓഫ്, അതായത് ബ്രെയിനിന് സ്വിച്ച് ഓഫ് ചെയ്ത് കുറച്ച് നേരം മിണ്ടാതിരിക്കുക എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ. അത്രയേ ഉള്ളൂ. അതിൻ്റെ സുഖം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഡെഫിനറ്റ്ലി ഇൻ എ ഡേ റീചാർജ് ചെയ്യാൻ വേണ്ടി ആ സ്റ്റേറ്റിലേക്ക് പോവും. അതെ, റീചാർജബിൾ ആവില്ല അല്ലേ? റീചാർജ് ചെയ്യാൻ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. നമ്മുടെ ബ്രെയിൻ കണ്ടിന്യൂസ്ലി ഇരുന്ന് ആവശ്യമില്ലാത്ത സമയത്തൊക്കെ ചിന്തിക്കണേക്കാളും എന്തെങ്കിലും ചിന്തിക്കാനുള്ളപ്പോൾ സ്ട്രക്ചേർഡായിട്ട് ചിന്തിക്കാനും അല്ലാത്ത സമയത്ത് ഇതിനെ ഓഫ് ചെയ്യാനും പറ്റുന്ന മെക്കാനിസമാണ്. മിക്ക ആൾക്കാർക്ക് ഇപ്പോൾ അവരുടെ ബ്രെയിൻ ഓഫ് ചെയ്യാൻ അറിയില്ല. എനിക്കറിയില്ല. അത് പഠിച്ചാൽ ഭയങ്കര റിലാക്സേഷനാണ്. അപ്പോൾ നമ്മൾ പറയുന്നതിന് വ്യക്തത വരും, നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യക്തത വരും. ബിക്കോസ് മറ്റേ ക്ലട്ടറില്ല, നോയ്സ് ഇല്ല. ഇപ്പം നമ്മളിവിടെ ഇരുന്ന് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ക്ലിയർ ആയിട്ട് മൈക്ക് വെച്ചിട്ടുണ്ട്, സൗണ്ട് ഇല്ലാത്തൊരു അറ്റ്മോസ്ഫിയറിൽ സംസാരിക്കുന്നു. ഇതേ കോൺവെർസേഷൻ നമ്മൾ പുറത്ത് പോയിട്ട് നടു റോട്ടിലിരുന്ന് അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് പ്ലേസിൽ പോയിരുന്ന് ഈ ഇൻ്റർവ്യൂ എടുത്താൽ എങ്ങനെ ഉണ്ടാവും? നമുക്ക് ഒട്ടും സംസാരിക്കാൻ പറ്റില്ല. ഇതാണ് മിക്കവരുടെയും ബ്രെയിനിലെ അവസ്ഥ. എല്ലാ സൈഡിൽ നിന്നും ചിന്തകളും എന്തൊക്കെയോ പ്രശ്നങ്ങളും ഡിസ്കഷൻസ് തലയുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു പുസ്തകം വായിച്ചാൽ ഈ പുസ്തകം വായിക്കുന്നതിൻ്റെ ഇടയിൽ 4 വേറെ കാര്യങ്ങൾ ചിന്തിച്ചു. ഒരാളോട് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ 8 കാര്യങ്ങൾ ചിന്തിച്ചു. അപ്പം ഒന്നിനും വ്യക്തതയില്ല.
ഈ ക്ലാരിറ്റി ഇല്ല. ഇത് തന്നെ ആയിരിക്കും അല്ലേ നമ്മളൊരു തിയേറ്ററിൽ പോയിട്ട് പീസ്ഫുൾ പീസ്ഫുൾ അല്ല, ആ ഒരു ഡാർക്കിൽ. അല്ലാതെ നമ്മൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തമിഴ്നാട്ടിൽ പോയിട്ട് രജനീകാന്തിന്റെ സിനിമ കണ്ടാൽ എങ്ങനെ ഇരിക്കും? സിനിമയെ കണ്ടിട്ടുണ്ടാവില്ല, എല്ലാവരുടെ ബഹളവും മറ്റേ സെലിബ്രേഷൻ്റെ ഇടയിൽ അല്ലേ. അപ്പോൾ അതേ സിറ്റുവേഷൻ ആണ് ജനറലി ഒരു നോൺ മെഡിറ്റേറ്റീവ് ബ്രെയിനിൻ്റെ ഉള്ളിൽ. ഒരു മെഡിറ്റേഷൻ കൊണ്ട് പ്രാക്ടീസാണ്, വെറും ബോഡീനെ നമ്മൾ എക്സസൈസിൽ പ്രാക്ടീസ് കൊടുക്കുന്ന പോലെ തന്നെ ഇതൊരു മെൻ്റൽ എക്സസൈസാണ് ടു ട്രെയിൻ ദ ബ്രെയിൻ ടു സ്വിച്ച് ഓഫ്. അതെ.